ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെൽഡഡ് കണക്ഷൻസിനെ കുറിച്ചിട്ടാണ്. Welded joint is a permanent joint in which two pieces of metals are connected by making metallurgical bonds between them. അതായത് ഏതെങ്കിലും രണ്ട് പീസസ് ഓഫ് മെറ്റൽസ്, അതായത് ഇപ്പോൾ എന്താണ് രണ്ട് പ്ലേറ്റ്സ് ആവാം, അല്ലെങ്കിൽ എന്താവാം, ഇപ്പോൾ ഐ സെക്ഷൻസ് ആവാം, ചാനൽ സെക്ഷൻസ് ആവാം, ഏതെങ്കിലും ടു പീസസ് ഓഫ് മെറ്റൽസ്, ആ രണ്ട് മെറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് എന്താണ് കമ്പൈൻ ചെയ്യുക യൂസിങ് വെൽഡിങ് യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, വെൽഡഡ് ജോയിൻ്റ് എന്ന് പറയാം. അപ്പോൾ മെറ്റൽസ് ഈസ് ഹീറ്റഡ് ബൈ മീൻസ് ഓഫ് ഇലക്ട്രിക് ആർക്ക് ഓർ ഓക്സിഅസെറ്റിലീൻ ഫ്ലെയിം അലോങ് വിത്ത് വെൽഡ് റോഡ് വിച്ച് ആഡ്സ് മെറ്റൽ ടു ദി ജോയിൻറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഈ രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യണം. ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യും, ഒന്നെങ്കിൽ ഒരു ഇലക്ട്രിക് ആർക്ക് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഓക്സിഅസെറ്റിലീൻ ഫ്ലെയിം യൂസ് ചെയ്യും. ആ സമയത്ത് വി വിൽ ഹാവ് ഒരു വെൽഡിങ് റോഡ് ഉണ്ടാവും. ഈ വെൽഡിങ് റോഡ് ഹീറ്റ് ചെയ്തിട്ട് നമ്മളെന്താണ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ആ വെൽഡിങ് റോഡ് കൂടെ ഈ മെറ്റലിലോട്ട് എന്താണ് ആഡ് ചെയ്യപ്പെടും. അങ്ങനെയാണ് നമ്മൾ വെൽഡിങ് ചെയ്യുന്നത്. നമുക്ക് വെൽഡിങ് ഒരു റിപ്പയർ വേ ആയിട്ട്, ഇപ്പോൾ മെയിൻലി കണക്ഷൻസ് ബോൾട്ടിങ്ങും അല്ലെങ്കിൽ റിവെറ്റിങ് യൂസ് ചെയ്ത് ചെയ്താലും നമുക്കൊരു റിപ്പയർ പോലെ നമുക്ക് എന്താണ് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മെത്തേഡ് കൂടിയാണ് അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് വെൽഡഡ് ജോയിൻറ്റ്സ് ആണ്. Due to the presence of gusset plates or other connecting components, due to the absence of gusset plates or other connecting components, welded connections are lighter. അതായത് ഇപ്പോൾ ബോൾട്ട്സ് ഒക്കെ കണക്ട് ചെയ്യാനാണെങ്കിൽ എന്താണ് രണ്ട് പ്ലേറ്റ്സ്, അതിൻ്റെ കൂടെ നമ്മൾ ചിലപ്പോൾ ഒരു കവർ പ്ലേറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു കേസിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഗസറ്റ് പ്ലേറ്റ്സിൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ള കമ്പോണൻസിൻ്റെയൊക്കെ അല്ലെങ്കിൽ ബോൾട്ടിങ്ങോ അങ്ങനെ എന്തിൻ്റെങ്കിലൊക്കെ എന്താ പറയുക ആബ്സെൻസ് ഉള്ളത് കൊണ്ട് എന്താണ് നമുക്ക് പറയാൻ പറ്റും, വെൽഡഡ് കണക്ഷൻസ് ലൈറ്റർ ആണെന്ന് പറയാൻ പറ്റും. പിന്നെ ഇവിടെ ഫാസ്റ്റ്നേഴ്സ് ഒന്നും ആഡ് ചെയ്യുക, അതായത് ഇപ്പോൾ റിവെറ്റോ അല്ലെങ്കിൽ ബോൾട്ടോ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതൊക്കെ അതിനൊക്കെ നമ്മൾ ഹോളൊക്കെ ഡ്രില്ല് ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാൻ. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് കുറച്ചുകൂടി ക്യുക്കറാണ്. ജസ്റ്റ് ഈ ഒരു പ്രോസസ്സിനുള്ള ടൈം മാത്രം എടുത്താൽ മതി. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% എഫിഷ്യൻ്റ് ആണ്. അതായത് ബോൾട്ടിങ് ആണെങ്കിലും റിവെറ്റ് ആണെങ്കിലും നമുക്കൊരു 70 to 80% എഫിഷ്യൻസി മാത്രമേ അഷ്വർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബട്ട് വെൽഡിങ്ങിലാണെങ്കിൽ 100% എഫിഷ്യൻ്റ് ആണെന്ന് പറയാൻ പറ്റും. പിന്നെ അൾട്രേഷൻസും അഡീഷൻസും ഒക്കെ ഈസിയറാണ് കമ്പാരിസൺ ടു ദി ബോൾട്ടിങ് ആൻഡ് റിവെറ്റിങ്. പിന്നെ അഡാപ്റ്റബിൾ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ സർക്കുലർ ട്യൂബ്സ് ഒക്കെ, അതായത് ഇപ്പോൾ ഒരു പ്ലേറ്റ്, അതിമൊരു സർക്കുലർ ട്യൂബ് നമുക്ക് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബോൾട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ അതിനായിട്ട് വേറെ മെഷീനറീസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവും. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ വെൽഡിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചില സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഓപ്ഷനാണ് വെൽഡിങ്. പിന്നെ ഉള്ളത് സ്മൂത്ത് അപ്പിയറൻസ് ആണ്. അതുകൊണ്ട് ആസ്തെറ്റിക് ആണെന്ന് പറയാൻ പറ്റും. പിന്നെ ലെസ് നോയ്സ്, അതായത് നമ്മൾ റിവെറ്റിങ്ങിലൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഹാമർ ചെയ്തിട്ടാണ് നമ്മൾ ഹീറ്റ് ചെയ്ത് ഹാമർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ ഈ വെൽഡിങ്ങിൻ്റെ കേസിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അടുത്തത് എയർ ടൈറ്റ് ആൻഡ് വാട്ടർ ടൈറ്റ് ആണ്. എയർ ടൈറ്റും വാട്ടർ ടൈറ്റും ആകുമ്പോൾ കൊറോഷൻ ലെസ് ആയിരിക്കും. അതായത് ഒരു റെസിസ്റ്റൻസ് ടു കൊറോഷൻ ഉണ്ടാവും. മേ ബി ഇപ്പോൾ ബോൾട്ടിംഗ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ
എന്തെങ്കിലും ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ കൊറോഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ എന്താണ്, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വാട്ടർ ടാങ്ക്സിലൊക്കെ നമ്മൾ കൂടുതലും വെൽഡിംഗ് ആണ് ഓപ്റ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ കണക്ഷൻ റിജിഡാണ് കമ്പയർഡ് ടു ദി ബോൾട്ടിൻ്റെയും റിവറ്റിനെയും കമ്പയർ ചെയ്യുമ്പോൾ. അടുത്തത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് വെൽഡഡ് ജോയിൻറ്റ്സ് ആണ്. ഡ്യൂ ടു അൺഈവൺ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് മെമ്പേഴ്സ് മേ ലൈക്ലി ടു ഗെറ്റ് ഡിസ്റ്റോർട്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്തിട്ടാണ് വെൽഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റിങ്ങിൻ്റെ കൂളിങ്ങിൻ്റെ അണീവനെസ് കൊണ്ട് എന്ത് സംഭവിക്കാം, മെമ്പേഴ്സ്, അതായത് നമ്മൾ ഏത് മെമ്പേഴ്സാണ് കണക്ട് ചെയ്യുന്നത് ആ മെമ്പേഴ്സ് ചിലപ്പോൾ ഡിസ്റ്റോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഭാഗത്തെല്ലാം നമ്മൾ പ്ലേസ് ചെയ്ത് അങ്ങനെ പല റീസൺസ് കൊണ്ട് ഡിസ്റ്റോർഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വെൽഡിങ്ങിൻ്റെ ഒരു ഡീമെറിറ്റായിട്ട് വരും. പിന്നെ ബ്രിട്ടിൽ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻലി ബ്രേക്കായി പോകും. ആ ഒരു കണക്ഷൻ ഉള്ള ഭാഗത്ത് ചിലപ്പോൾ സഡൻലി ബ്രേക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ചാൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് ഗ്രേറ്റർ പോസിബിലിറ്റി ഉണ്ട് കമ്പാരിസൺ ടു ദി അതർ ടു കണക്ഷൻസ്. പിന്നെ ഫാറ്റിക് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റിക് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സ്ട്രെസ്. റിപ്പീറ്റഡ് ആയിട്ട് പല റീസൺസ് കൊണ്ട് സ്ട്രെസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫാറ്റിക് സ്ട്രെസ്. പിന്നെ അടുത്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ, അതായത് നമ്മൾ മെയിൻ്റനൻസ് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചില ചില ഇൻ്റർവെൽസിലൊക്കെ നമ്മൾ ഇൻസ്പെക്ഷന് വേണ്ടി വരും. അപ്പോൾ ഇൻസ്പെക്ഷന് ആവശ്യമുള്ള സമയത്ത് നമുക്കിത് ഇൻസ്പെക്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് അഷ്വർ ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അതിൻ്റെ മെത്തേഡ്സ് കുറച്ച് എക്സ്പെൻസീവാണ്. നമ്മൾ NDT എന്ന് പറയും, അതായത് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വെൽഡിങ് കണക്ഷൻസൊക്കെ അതിൻ്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യാം. അപ്പോൾ NDT ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. പിന്നെ ഉള്ളത് സ്കിൽഡ് ലേബേഴ്സാണ്, അതായത് വെൽഡിങ്ങിനെ കുറിച്ചിട്ട് അത്യാവശ്യം ധാരണയുള്ള ആൾക്കാർക്ക് മാത്രമേ വെൽഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രോപ്പർ വെൽഡിങ് ഇൻ ഫീൽഡ് ഈസ് ഡിഫിക്കൽട്ട് സംടൈംസ്. അതായത് ചില ഫീൽഡുകളിൽ ചില ലൊക്കേഷൻസിലൊക്കെ വെൽഡിങ് ചിലപ്പോൾ അത്ര ഈസിയർ ആയിരിക്കില്ല. സംടൈംസ് ചില ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് വരുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് വെൽഡഡ് ജോയിൻ്റ് ആണ്. ഒന്ന് ബഡ് ജോയിൻറ്റ്, രണ്ടാമത്തത് ഫില്ലറ്റ് വെൽഡ്, മൂന്നാമത്തത് സ്ലോട്ട് വെൽഡ്, നാലാമത്തത് പ്ലഗ് വെൽഡ്. ഫസ്റ്റ് ബഡ് വെൽഡാണ്. ബഡ് വെൽഡിനെ നമ്മൾ ഗ്രൂവ് വെൽഡ് എന്നും പറയും. 2 കമ്പോണൻറ്റ്സ് കണക്റ്റഡ് ടുഗദർ ഇൻ ദ സെയിം പ്ലെയിൻ. അതായത് രണ്ട് പ്ലേറ്റ്, മെയിൻലി നമ്മൾ പ്ലേറ്റ് ആണല്ലോ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 പ്ലേറ്റ്സും സെയിം പ്ലെയിനിലായിരിക്കും സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു പ്ലേറ്റും സെയിം പ്ലെയിനിലാണുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഗ്രൂവ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂവിലാണ് നമ്മൾ വെൽഡിങ് മെറ്റൽ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ കണക്ഷൻ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ കമ്പാരിസൺ, അതായത് മറ്റുള്ള മെത്തേഡ്സ് യൂസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ബട്ട് വെൽഡ് എക്കണോമിക്കലി സ്മാർട്ടാണെന്ന് പറയാൻ പറ്റും, പ്രിപ്പറേഷൻ ഈസിയാണെന്ന് പറയാൻ പറ്റും. അത് കറക്റ്റായിട്ടാണ് മേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്ട്രക്ചറലി സ്ട്രോങ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ ഗ്രൂവ്സ് മേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ബട്ട് വെൽഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ ഗ്രൂവ് വെൽഡ് എന്നും നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രൂവ് വെൽഡിൻ്റെ സർട്ടൺ ടൈപ്സ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ ഗ്രൂവ് ഉണ്ടല്ലോ, ആ ഗ്രൂവിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടാണ് ടൈപ്സ് ഓഫ് ബട്ട് വെൽഡാണ്. ബട്ട് വെൽഡിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഷേപ്പാണ് വരുന്നത്. അപ്പോൾ ഇതിനെന്താണ് സ്ക്വയർ ബട്ട് വെൽഡ് എന്ന് പറയും. ഇതിനെ
ക്ലോസ്ഡ് സ്ക്വയർ ബട്ട് വെൽഡ് എന്ന് പറയും, സിംഗിൾ ബെവൽ ബട്ട് വെൽഡ് എന്ന് പറയും, സിംഗിൾ ജെ ബട്ട് വെൽഡ് എന്ന് പറയും, ഡബിൾ ബെവൽ, ഡബിൾ ജെ, ഡബിൾ സിംഗിൾ വി, ഡബിൾ വി, സിംഗിൾ യു, ഡബ്ല്യു. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂവ് മേക്ക് ചെയ്യുന്ന ഷേപ്പിനനുസരിച്ചിട്ട് വരുന്ന എന്താണ് ബട്ട് വെൽഡ്സ് ആണ്. നമ്മൾ മെയിൻലി നമുക്ക് ആവശ്യം ഈ 2 ടൈപ്സ് ആണ്. അതായത് സിംഗിൾ വിയും ഡബിൾ വിയും ആണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് ഈ ഒരു എന്താ പറയുക, നമ്മൾ പറഞ്ഞല്ലോ സിംഗിൾ വി ഡബിൾ വി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു. ഈ ഒരു ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നൊരു ടോപ്പിക്കാണ് പാർഷ്യൽ ആൻഡ് ഫുൾ പെനിട്രേഷൻ എന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ 2 പ്ലേറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്യാണ്. നമ്മൾ ഇങ്ങനെ ഈ ഒരു വി ഷേപ്പിലാണ് നമ്മൾ ഫോർ എക്സാമ്പിൾ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വെൽഡ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു നമ്മൾ ഡിസൈനിലൊക്കെ ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ത്രോട്ട് തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ത്രോട്ട് തിക്നെസ് ആണ് നമ്മൾ തിക്നെസ് ഓഫ് ദി വെൽഡായിട്ട് എടുക്കുക. തിക്നെസ് ഓഫ് വെൽഡ് അതാണ് നമ്മൾ കാൽക്കുലേഷൻസിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇൻ കേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വി, അതായത് സിംഗിൾ വി അല്ലെങ്കിൽ സിംഗിൾ ബെവൽ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഫുൾ പെനിട്രേഷൻ, അതായത് ഫുൾ പ്ലേറ്റിൻ്റെ ഡെപ്തിൽ പെനിട്രേഷൻ സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അത് ജസ്റ്റ് അത് ആ ഒരു കേസിൽ, അതായത് പാർഷ്യൽ പെനിട്രേഷൻ്റെ കേസിൽ ത്രോട്ട് തിക്നെസ് 5/8 ഓഫ് തിക്നെസ് ഓഫ് പ്ലേറ്റ് ആയിട്ടേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഇൻ കേസ് ഓഫ് നമ്മളിപ്പോൾ ഫുൾ വി ആണ് അല്ലെങ്കിൽ ഡബിൾ ബെവൽ അല്ലെങ്കിൽ ഡബിൾ വി ആയിട്ടുള്ള ഗ്രൂവ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ വെൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫുൾ പെനിട്രേറ്റഡ് ആണെന്ന് പറയാൻ പറ്റും. ഫുള്ളി പെനിട്രേറ്റഡ് ആണ്. അവിടെ നമുക്ക് ത്രോട്ട് തിക്നെസ് തിക്നെസ് ഓഫ് ദി പ്ലേറ്റിന് എടുക്കാൻ പറ്റും. പക്ഷേ ആദ്യത്തെ കേസിൽ, അതായത് സിംഗിൾ വി അല്ലെങ്കിൽ സിംഗിൾ യു ഒക്കെ വരുന്ന കേസിൽ നമുക്ക് 5/8 ഓഫ് തിക്നെസ് ഓഫ് പ്ലേറ്റ്, അതായത് ത്രോട്ട് തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/8 ഓഫ് തിക്നെസ് ഓഫ് ദി പ്ലേറ്റേ എടുക്കാൻ പറ്റുള്ളൂ. ഫുൾ തിക്നെസ് എടുക്കാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു കൺസിഡറേഷനാണ്, നമ്മൾ ഡിസൈനിലൊക്കെ ആവശ്യമുള്ള ഒരു കൺസിഡറേഷനാണ്. അടുത്തത് ഫില്ലറ്റ് വെൽഡാണ്. ഫില്ലറ്റ് വെൽഡ് നമ്മൾ യൂസ് ചെയ്യുക 2 പെർപെൻഡിക്കുലർ ആയിട്ടോ അല്ലെങ്കിൽ ഇൻ സം ആംഗിൾസ്, റൈറ്റ് ആംഗിൾസ് തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും 2 ആംഗിൾസിൽ നമ്മൾ 2 പ്ലേറ്റ്സ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുക. അവിടെ നോക്കുകയാണെങ്കിൽ ടി ജോയിൻറ്റ്, ലാബ് ജോയിൻറ്റ്, കോർണർ ജോയിൻറ്റ്, അതായത് ഇപ്പോൾ 2 ടി ഷേപ്പിൽ പ്ലേസ് ചെയ്തിട്ടുള്ള 2 പ്ലേറ്റ്സ് ആണെങ്കിൽ, ഇതിപ്പോൾ 2 പ്ലേറ്റ്സ് ആണ്, അതിൽ നമ്മൾ ഇവിടെയാണ് വെൽഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കേസിൽ ഇത് നമുക്ക് പറയാൻ പറ്റുക, ഇത് ഫില്ലറ്റ് വെൽഡാണ്. അതായത് 2 പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 സർഫേസസിലോ അല്ലെങ്കിൽ എന്താ പറയുക ഇൻ സം ആംഗിൾസ്, ഒരു ആംഗിൾസിലൊക്കെ വെച്ചിട്ടുള്ള 2 പ്ലേറ്റ്സോ അല്ലെങ്കിൽ 2 സർഫേസസ് തമ്മിൽ വരുന്ന വെൽഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുക. അതിനെ ലാപ്പ് വെൽഡ് എന്ന് പറയും. ലാപ്പ് വെൽഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലാബ് ജോയിൻറ്റിൽ യൂസ് ചെയ്യുന്നത് ഫില്ലറ്റ് വെൽഡാണ്. അതായത് ഇത് ലാബ് ജോയിൻ്റ് ആണ്, ഇത് രണ്ടും ലാബ് ജോയിൻ്റ് ആണ്. ഈ ലാബ് ജോയിൻറ്റിൻ്റെ എഡ്ജസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഫില്ലറ്റ് വെൽഡ്. അതേപോലെ ഇപ്പോൾ സിംഗിൾ സൈഡ് ആണെങ്കിലും ഡബിൾ സൈഡ് ആണെങ്കിലും വരും. പിന്നെ ഒരു എൽ ഷേപ്പിൽ ഇപ്പോൾ 2 പ്ലേറ്റ്സ് ഇങ്ങനെ എൽ ഷേപ്പിൽ കണക്ട് ചെയ്യുക, അതിൻ്റെ എഡ്ജസിലും നമ്മൾ കൊടുക്കുക ഫില്ലറ്റ് വെൽഡാണ്. ഇങ്ങനത്തെ കേസിലാണ് നമ്മൾ പറയുന്നത് ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുക. അതിനൊരു ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ലാബ് ജോയിൻറ്റിലും ടി ജോയിൻറ്റിലും കോർണർ ജോയിൻറ്റിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ഫില്ലറ്റ് വെൽഡാണ്. അടുത്തത് സ്ലോട്ട് വെൽഡ്. സ്ലോട്ട് വെൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലേറ്റ് അത് വേറൊരു പ്ലേറ്റിനെ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ
ഒരു മീൻസ് ഫസ്റ്റ് പ്ലേറ്റിൽ എന്താണ് നമ്മൾ ഹോളൊന്നും ഇല്ലാത്തൊരു പ്ലേറ്റാണ്. ആ പ്ലേറ്റ് നമ്മൾ വേറൊരു പ്ലേറ്റിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്താണ് ഒരു പ്ലേറ്റിൽ ഒരു ഹോൾ പ്രൊവൈഡ് ചെയ്യാം. ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജസിൽ മൊത്തം നമ്മൾ എന്ത് ചെയ്യുക, വെൽഡ് ചെയ്യുക. അപ്പോൾ എന്താവും, അത് കണക്റ്റ് ആവും. ആ ഒരു കേസിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്ലോട്ട് വെൽഡ് എന്ന് പറയാം. എ പ്ലേറ്റ് വിത്ത് സർക്കുലാർ ഈസ് കെപ്റ്റ് ഓൺ അനദർ പ്ലേറ്റ് വിത്തൗട്ട് ഹോൾ. ഇങ്ങനെ കണക്ട് ചെയ്യുക. അതായത് ഇതൊരു പ്ലേറ്റാണ്, ഈ ഒരു പ്ലേറ്റാണ്. അപ്പോൾ ഈ ഒരു പ്ലേറ്റിനായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെൽഡ് ചെയ്യാം. പക്ഷേ ഇതിന് വേറൊരു നല്ലൊരു ഓപ്ഷനാണ് എന്ത്, ഇങ്ങനൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ എഡ്ജസിൽ എന്ത് ചെയ്യുക, വെൽഡ് ചെയ്യുന്നത്. അതിനെയാണ് സ്ലോട്ട് വെൽഡ് എന്ന് പറയാം. അടുത്തത് പ്ലഗ് വെൽഡാണ്. പ്ലഗ് വെൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കേസിലെന്ന് പറയാൻ നമ്മളൊരു സിംഗിൾ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ എഡ്ജസിൽ വെൽഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ ഹോൾസ്, അതായത് സ്ക്വയർ ഷേപ്പിലാവാം, സർക്കുലർ ഷേപ്പിലാവാം, നമ്മൾ എന്ത് ചെയ്യുക, എന്നിട്ട് അത് മൊത്തമായിട്ട് ഫില്ല് ചെയ്യുക വെൽഡിങ് മെറ്റീരിയലോട്. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കണക്ഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്, പ്ലഗ് വെൽഡ് എന്ന് പറയുന്നത്.